അപ്പോൾ നമുക്കിന്നൊരു വോയിസ് കേൾക്കാം. വീഡിയോ ഞാൻ കാണിക്കില്ല, വേറെ ആരുടെയല്ല, കണ്ണൻ്റെ കിണ്ണത്തിൻ്റെയാണ്. കണ്ണൻ്റെ കിണ്ണത്തിൻ്റെ 17ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഗിഫ്റ്റ് വന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്, കേൾക്കാം. വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പം ആ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. ഇത് വെഡിങ് തിന്നില്ല ഉണ്ടില്ല ഉറങ്ങിയില്ലെങ്കിലും കോസ്റ്റ്യൂം ചേഞ്ച് ആക്കും കേട്ടോ. ഡ്രസ്സ് പുള്ളിക്കാർ പുതിയത് വാങ്ങിക്കും. ചോറ് വെച്ചില്ല കറി വെച്ചില്ലെങ്കിലും വീട്ടിൽ ഇനി അത് വെച്ചാർക്കും കൊടുത്തില്ല എങ്കിലും പുതിയ പുതിയ ഡ്രസ്സുകൾ എടുക്കും നമ്മുടെ കണ്ണൻ്റെ കിണ്ണം. ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡ് മേടിച്ചു തന്ന ഡ്രസ്സാണ്. അതേപോലെ ഹസ്ബൻഡ് മേടിച്ചു തന്ന ഡ്രസ്സാണ് അത്ര. അങ്ങ് ദുബായി മനസ്സിലായില്ലല്ലോ അല്ലേ? അതാ. പിന്നെന്ത് ഗിഫ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ തിരിഞ്ഞുപോയി. അയ്യോ തിരിഞ്ഞുപോയി. ഇതാണ് ഗിഫ്റ്റ് കിട്ടിയത്. ഒരു 3/4 പവൻ്റെ കൈ ചെയ്യും. അതായത് കയ്യിലുള്ളത് കൊടുത്തിട്ട് മാറ്റി മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഈ കണ്ണൻ്റെ കിണ്ണത്തിൻ്റെ പരിപാടി. അപ്പോൾ നമുക്കും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഒരു മാല കൊടുത്തിട്ട് പുതിയ മാല വാങ്ങിക്കുന്നു, വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ആ മാല കൊടുത്തിട്ട് വേറൊരു മാല വാങ്ങിക്കുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത്, എല്ലാം കണ്ണൻ തന്നതാണെന്നും പറഞ്ഞ് നമുക്കും കാണിക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. ഗോൾഡാട്ടോ, അല്ലാണ്ട് മറ്റേ തിരൂർ പൊന്നൊന്നുമല്ല, പ്യുവർ ഗോൾഡാട്ടോ. ഞാനിങ്ങനെ ആഴ്ചക്ക് ഗോൾഡ് വാങ്ങിക്കാറുണ്ട്. കാരണം എനിക്കതിനുള്ള വരുമാനം ഉണ്ടല്ലോ അല്ലേ എന്ന്. ഞാനിങ്ങനെ വലിയൊരു പണക്കാരിയാണെന്ന് ലോകത്തുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കണം. എന്നാലാണ് എന്ത് അന്തസ് ഉണ്ടാവുള്ളൂ. ഞാനാണെന്ന് അറിയിക്കണമെങ്കിൽ ഈ മറ്റേ നമ്മൾ ആനേനെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ഒന്ന് നിർത്തൂലേ, അതുപോലെ കുറേ ചങ്ങലയൊക്കെ ഇട്ട് കാതിലൊക്കെ കുറേ നിരത്തി. കാതിലിനി കുത്താൻ വല്ല സ്ഥലവും ബാക്കിയുണ്ടോ അവിടെ? അതാണ് എനിക്ക് കാതിൽ എന്ത് കാണുന്നത്. ശരിക്കും പൂരത്തിന് ആനേനെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് നിർത്തിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഒരു ആനച്ചന്തം. ഇപ്പോൾ നമുക്കൊക്കെ എന്താ പറയുക, അത്യാവശ്യം ഒരു മാല, ഒരു കമ്മൽ, അങ്ങനെയുള്ള സാധനങ്ങൾ. കാരണം നമുക്ക് നമ്മുടെ അത്യാവശ്യമുള്ള ഭംഗിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട് എന്ന് ചോദിക്കും. അതുപോലെയാണ് ഇത്. ആടയാഭരണങ്ങൾ മാറി മാറി ഇട്ടാലേ പുള്ളിക്കാരത്തിക്ക് അഴകുണ്ടാവുള്ളൂ എന്ന് പുള്ളിക്കാരത്തിക്ക് വിശ്വാസമാണ്. അങ്ങനത്തെ വിശ്വാസമാണ്. എന്താ ഓരോരുത്തർക്കുടെ ഓരോ മനോനിലകളെ അല്ലേ വിചാരിക്കണ്ട. അപ്പൊ ഈ 2 സാധനങ്ങളാണ്. ഈ 2 സാധനം മാത്രമല്ല, ഒരു ഡ്രസ്സും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആഴ്ചക്ക് 3-4-5 ജോഡി ഡ്രസ്സ് വാങ്ങിക്കൂ കേട്ടോ. കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചീനുമാണ് എനിക്ക് മേടിച്ചു തന്നത്. അപ്പൊ 17ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് 17 ഗിഫ്റ്റ് മേടിക്കാനാണ് ഏൽപ്പിച്ചത്. പക്ഷെ 17 ഗിഫ്റ്റ് ഒന്നും വേണ്ട. 17ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് 17 ഗിഫ്റ്റ്. പക്ഷെ ഈ 17ാമത്തെ വെഡിങ് ആനിവേഴ്സറിയും എന്ത്, ഒറ്റയ്ക്ക് ഇരുന്ന് കേക്ക് മുറിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ആഘോഷിക്കണം. വെഡിങ് ആനിവേഴ്സറി എന്നാണ് പേര്. അത് 2 പേര് കൂടി കേക്ക് മുറിക്കണം. പക്ഷെ എല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഹാപ്പി ബർത്ത്ഡേയും എല്ലാം പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഇരുന്ന് ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ഒറ്റയ്ക്കാട്ടോ കേക്ക് മുറിക്കുന്നതൊക്കെ. അങ്ങനെ വേണം, എല്ലാവരും ഇത് കണ്ടുപിടിക്കണം. നല്ല ഗിഫ്റ്റ് നല്ല കാര്യമായിട്ട് കാനത്തിൽ അങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. നല്ല കനത്തിൽ അങ്ങ് കൊടുത്താൽ മതി. അതുകൊണ്ട് കാര്യമായിട്ട് കനത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഇപ്പം നിങ്ങൾ ചോദിക്കും, ഭർത്താവ് കാര്യമായിട്ട് കനത്തി കൊടുത്താലേ പുള്ളിക്കാരത്തിക്ക് കണ്ണി പിടിക്കുള്ളൂ കേട്ടാ. ഇല്ലാത്ത എനിക്ക് എങ്ങനെ വെഡിങ് ആനിവേഴ്സറി എന്ന്. ഭർത്താവില്ലാത്ത ഒക്കെ എങ്ങനെയാ സത്യം പറഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്ന് വെഡിങ് ഒറ്റയ്ക്ക് ഒരാൾ കേക്ക് മുറിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ. ചോദിച്ചോളൂ. നിങ്ങളുടെ കണ്ണിൽ എനിക്ക് ഭർത്താവ് ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ എൻ്റെ കണ്ണിൽ എനിക്ക് ഭർത്താവുണ്ട്. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ആ കേക്ക് മുറിക്കുമ്പോഴെങ്കിലോ ഭർത്താവിന് ആ വീഡിയോ കോളിലൊന്ന് കാണിച്ചിരുന്നെങ്കിലോ. കുടുംബമുണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു കേട്ടോ. ഓക്കെ, എല്ലാം ഉണ്ട്. ഇനി ഒന്നുമില്ല എന്ന് ആരും മാറ്റി പറയരുത്, എല്ലാം ഉണ്ട്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിനോട് അനുബന്ധം
അനുബന്ധിച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഭർത്താവില്ലാണ്ട് ഒരാള് ഒറ്റയ്ക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ഫോട്ടോഷൂട്ട് നടത്തുക. ഇത് എന്ത് തേങ്ങയാണ് ഗൈസ് ഇവളീ പറയുന്നത്. ആള് ജസ്റ്റ് വന്നോണ്ടിരിക്കുകയാണ്. എന്താ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള ആള് വന്നോണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ. അത് ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അപ്പൊ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഈ ഒരു കളർ ഇല്ലാത്തത് കൊണ്ട് എടുത്തതാണ്. ഈ ഒരു ജാക്കറ്റ് മോഡലിലെ കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. എന്താണ്ട് മറ്റേ വെള്ളരിക്കണ്ടത്തില് കോലം വെച്ച പോലുള്ള ഒരു സംഭവമാണ്. മറ്റേ രാജാവിന്റെ സഭയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ടോപ്പിന്റെ കയ്യിൽ വേറെ കിടപ്പുണ്ട്, വേറെ മോഡൽ കിടപ്പുണ്ട്. മോഡലുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മോഡലുകൾ ഇങ്ങനെ മാറി മാറി ഇടുന്നുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ അയച്ചു കൊടുത്തപ്പം ഓക്കെ, നല്ല കംഫർട്ടാണ്, നല്ല ഭംഗി. ഭർത്താവിനല്ല, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞാനെന്ത് കോസ്റ്റ്യൂം ഇടണമെന്ന് ചോദിക്കുന്നത് ക്യാമറമാനോടാട്ടോ. ആള് പറഞ്ഞാലേ ഓക്കെ ആവുള്ളൂ, അല്ലാണ്ട് ഭർത്താവിന്റെ ഇഷ്ടങ്ങളൊന്നല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് ഓക്കെ ആക്കി. പിന്നെ ഒരു ഗൗണാണ് എടുത്തത്. അപ്പൊ ഗൗണിനെക്കാട്ടിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ പലരും എന്നെ കളിയാക്കാറുണ്ട് ഞാനിപ്പം ഇപ്പഴും 90s ഓടുന്നത് എന്ന്. അത് കളിയാക്കിയതില്ല, അത് കാര്യമായിട്ട് പറഞ്ഞതാ. നിനക്കെല്ലാം കളിയാക്കുന്ന പോലെ തോന്നുള്ളൂ, പക്ഷെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ പറയുന്നതൊക്കെ കാര്യമായിട്ടാ. ആയിക്കോട്ടെ, നമുക്ക് കംഫർട്ട് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ. ശരിക്കും എന്തുവാടി ഈ ധാവണിയൊക്കെ കൊടുത്തു പോകുമ്പോ ശരിക്കും 1980 എനിക്ക് പറയാൻ പറ്റൂല, 60 അത്രയും ഓൾഡ് ഡ്രസ്സിങ് സെൻസാണ് നിനക്കുള്ളത്. വല്ലാത്ത ജാതി. ആഗ്രഹിക്കുന്ന ഡ്രസ്സ് ധരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു എന്താ പറയാ ഒരു സന്തോഷവും. അതെ, ഇങ്ങനെ രാജാവിന്റെ മറ്റേ ദിലീപ് ഒരു സിനിമയിൽ വരുന്നില്ലേ, മറ്റേ മണിയൊക്കെ ഉള്ള സിനിമയില്, അങ്ങനത്തെ വേഷമൊക്കെ കെട്ടി വരുമ്പോഴാണ് ഞാനാണെന്ന് എനിക്ക് തന്നെ ബോധ്യം വരുള്ളൂ. അതാണ് സംഭവം. തൃപ്തിയൊക്കെ കിട്ടുന്നത്. തൃപ്തി കിട്ടുള്ളൂ. ഇങ്ങനെ വേഷം കെട്ടി 5-6 മാലയൊക്കെ ഇട്ട് വന്നാലാണ് നമുക്കൊരു തൃപ്തി കിട്ടുള്ളൂ. ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതെ, ഞാൻ എല്ലാ തരം രീതിയിലുള്ള ഡ്രസ്സ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഇണങ്ങുന്നത് സിമ്പിളായിട്ടുള്ള വേഷവിധാനങ്ങളും ഓർണമെന്റ്സ് ആണെങ്കിലും സിമ്പിളായിട്ട് ധരിക്കുന്നത് തന്നെയാണ് സ്ത്രീകൾക്ക് അഴകെന്ന് പറയുന്നത്. അത് ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ധരിക്കാറുണ്ട്, അതൊക്കെ എൻ്റെ സ്വന്തം ചോയ്സ് ആണ് എന്നുള്ളത് കൂടി. ആ ചോയ്സ് അത് അവളുടെ സ്വന്തം ചോയ്സാണ്, നമുക്കതിൽ പറയാൻ പറ്റൂല. ഞാൻ ചില ലേഡീസുകളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എടി, നീ ആ ലേഡീസുകളെ ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞത് നീ ആരെയാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് ഈ മറുപടി പറയുന്നത്. നീ അങ്ങനെ വളഞ്ഞൊന്നും മൂക്ക് പിടിക്കണ്ട, നീ കറക്റ്റായിട്ട് പേര് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അപ്പം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ പോലെയും നമ്മളായി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതാണോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ? വല്ലാത്ത ജാതി. ഞാൻ ഒന്ന് കാണിച്ചു തരാം സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതാണ് മക്കളെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അതാണ്. ഇങ്ങനെയൊക്കെ വേഷം കെട്ടി വന്നിട്ട് ഞാൻ സിമ്പിളാണ് എന്ന് പറയാൻ ഇവളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. കേക്കിട്ടടി മോളെ, ബാക്കി നിന്റെ തള്ളു ആയിട്ടാണ് ഞാൻ നിൽക്കാറ്. അതേപോലെ നിന്നിട്ടുണ്ട്. അപ്പൊ ഫോട്ടോഷൂട്ടിന് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ പോലെയും നമ്മളായി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ് ഞാൻ നിൽക്കാറ്. എന്നത്തെ പോലെയും നമ്മൾ വേഷം കെട്ടി വന്നിട്ട് തന്നെയാണ് നിൽക്കാറുള്ളത്. അതിന് മാറ്റമൊന്നുമില്ല. എന്നിട്ട് പറയും ഞാൻ സിമ്പിളാണ് ഹമ്പിളാണെന്ന് പറയും. അയ്യോ, വല്ലാത്ത. അതേപോലെ നിന്നിട്ടുണ്ട്. അപ്പൊ ഫോട്ടോഷൂട്ടിന്റെ വിശേഷങ്ങളും വെഡിങ് ആനിവേഴ്സറിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. എന്റെ പിള്ളേർ ഇവിടെ ഇല്ല, വീട്ടിലാണുള്ളത്. അതെയോ, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ കണാരേട്ടനെവിടെ? കണാരേട്ടൻ വീട്ടിൽ തന്നെ ഇല്ലേ? അരുണ് ഓർഡറും പോയിട്ടുണ്ട്. മറ്റേ ഷൂട്ടിന് അവനോട് എന്തോ ഓർഡർ? ഞങ്ങളൊക്കെ ഓട്ടം പോയിന്നാ പറയാ. ഈ ഓർഡർ പോയെന്ന് പറയണ എനിക്ക് മനസ്സിലായിട്ടില്ല. വല്ലാത്ത ഭാഷ. ഉണ്ടാകുമായിരുന്നു, അതും ഇല്ല. അവനില്ലാത്തോണ്ട് ഒരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഭർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, കണാരേട്ടനില്ലെങ്കിൽ എനിക്ക് വിഷമാണ്. അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് അവനും ഇല്ലാത്ത ഒരു വിഷമം
ആ ഒരു തലയുണ്ട്. അപ്പം പിള്ളേരും വീട്ടിലില്ല, മകനും ഇല്ല, മകളും ഇല്ല. അപ്പം അവരൊക്കെ എന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ അവിടത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവാണ്. എവിടെയാ കക്കി, ഇപ്പഴത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ, എന്തായിരുന്നു അവിടത്തേക്ക് പറയാ, ഏതൊരു സ്ഥലമുണ്ട് അവിടെ, എന്തോ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാവലറും കൊണ്ട് അവനും പോയി. വീട്ടിൽ പോവുക, വീട്ടിൽ അവര് തന്നെ കഴിക്കുക. ഇത്രേ ഉള്ളൂ. ഞാൻ കേക്കിട്ട് കഴിക്കാറുമില്ല, അതുകൊണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് കേക്ക് വെട്ടി കഴിക്കുന്ന, കേക്ക് മുറിച്ച് കഴിക്കുന്ന, അതായത് 17ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്, അതും ഒറ്റയ്ക്ക് വീഡിയോ ഉണ്ട്. നെക്സ്റ്റ് വീഡിയോ അത് ചെയ്യാം. ഇപ്പം ഇത്രേ ഉള്ളൂ.